വിജയത്തിൽ യാത്ര അവസാനിപ്പിക്കുമ്പോഴല്ല, ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ് ഒരു പ്രതിഭയ്ക്ക് മാറ്റുകൂടുന്നത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് ചുങ്കത് ജ്വല്ലറി റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് മലയാളത്തിന്റെ ഒരുപാട് ആളുകളുടെ, മലയാളികളുടെ ഒരുപാട് സ്നേഹം ഒറ്റയടിക്ക് കരസ്ഥമാക്കിയ, നമ്മുടെ വീട്ടിലെ കുട്ടി എന്ന് തോന്നിപ്പിക്കുന്ന അത്രയും സ്വീറ്റ് ആയിട്ടുള്ള മലയാളത്തിന്റെ പ്രിയ നായിക മിയ. അല്ല, എന്താണ് ഭയങ്കര ഫോമൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ ഒക്കെ? പ്രിയ നായിക മിയാന്നൊക്കെ എന്റെ കൂട്ടുകാരി ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞ പോരെ? മറന്നുപോയി. ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, അങ്ങനെ വേണ്ട, കുറച്ചൊരു ഒരു വെയിറ്റ് ഇട്ട് ഇരിക്കട്ടെ ഇത്. അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ അങ്ങനെ ഞാൻ പറയാട്ടോ. ആയിക്കോട്ടെ, ഇപ്രാവശ്യം എന്നോട് ക്ഷമിക്കും. പിന്നെ എന്താണ് വിശേഷം? അങ്ങനെയാണ് ഞാനൊരു പരാതി കൂടി പറയും. ഞാൻ എത്ര മെസ്സേജ് ചെയ്തു, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ്, എന്താ പറയാ, കല്യാണത്തിന് മുൻപ് ഒരു മെസ്സേജ് പോലും കണ്ടില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്റെ ഫോൺ ചത്തുപോയി. അതുകൊണ്ടാണ് എന്റെ കയ്യിൽ നിന്നുള്ള നമ്പേഴ്സ് എല്ലാം പോയി. അപ്പൊ ഞാൻ ഇപ്പോഴും ആൾക്കാരുടെ അടുത്തുനിന്ന് ഇങ്ങനെ പയ്യെ നമ്പേഴ്സ് കളക്ട് ചെയ്തോണ്ടിരിക്കുന്നേ. സാരില്ല, അങ്ങനെ സംഭവിച്ചാണ്. നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ തന്നാൽ മതി. ആദ്യമേ തന്നെ എന്റെ വലിയ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോവാന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അതിലും വലിയൊരു വിശേഷം ആണ് സ്വാസികയുടെ ലൈഫിൽ ഉണ്ടായത്. സോ കൺഗ്രാറ്റ്സ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഇപ്പൊ എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിയില്ല. ഞങ്ങൾ കുറെ ഇയേഴ്സ് ആയിട്ട് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ സ്വാസിക ഇപ്പോ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യം, ലക്ഷ്യബോധം എന്നുള്ളൊരു ടേം സ്വാസിക യൂസ് ചെയ്തു. ശരിക്കും വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സ്വാസിക. നമ്മളന്ന് കാണുമ്പോൾ മുതലേ ഒരുപാട് സിനിമ ചെയ്യണം, ഒരു നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെയുള്ള എനിക്ക് തോന്നുന്നു സ്വാസികയുടെ ഒരു ഹാഫ് അംബീഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാൾ ഇരട്ടി അംബീഷൻ കൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു സ്വാസിക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും പാഷനേറ്റ് ആയിട്ട്, അത്രയും അംബീഷ്യസ് ആയിട്ട് ഇങ്ങനെ അത് അന്ന് മുതല് നമ്മൾ കരിയറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ആ കൊണ്ടു നടന്ന ആ ഒരു അംബീഷൻ, ആ ഒരു പാഷനാണ് സ്വാസികയ്ക്ക് ഇത്രയും വലിയൊരു സ്റ്റേറ്റ് അവാർഡിന്റെ ആ ഒരു നേട്ടം കിട്ടിയത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഞാനിങ്ങനെ കൂടുതൽ ഇമോഷണൽ ആവുന്നതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാം തുടങ്ങിയെങ്കിൽ എല്ലാം തകിടം പറയും. അപ്പൊ എന്താണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ, അതാണ് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ട് ജീവിതങ്ങളൊക്കെ? സന്തോഷമായിട്ട് പോകുന്നു. ഒരു പ്രൊമോഷൻ കിട്ടിയല്ലേ? എന്താ പറയാ, ഒരു വൈഫായി, ഒരു മരുമകളായി. ഈ കല്യാണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ലോക്ക്ഡൌൺ സമയത്താണല്ലോ കല്യാണം നടത്തിയത്. പക്ഷെ വലിയൊരു ആഘോഷം, അതായത് മിയയുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു ഭയങ്കര ആഘോഷമാവേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. സങ്കല്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ കല്യാണത്തിന് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ വലിയ സങ്കല്പങ്ങൾ ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം എന്ന് മാത്രമല്ല, അല്ലാത്ത എന്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഞാൻ ഒരുപാട് ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടി. ഞാൻ സങ്കല്പിച്ച അത്രയും വന്നില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമായി പോവില്ലേ? ചെറിയ കണക്കൂട്ടിലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതങ്ങോട്ടൊരു കൊട്ടാരം ഞാനങ്ങ് പണിത് വെക്കത്തില്ല. അങ്ങനെയാണ്. അപ്പൊ കല്യാണത്തിനെ കുറിച്ചും വലിയ സങ്കല്പങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ആദ്യമേ ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുമല്ലോ. ഇപ്പൊ ആദ്യമേ കല്യാണത്തിന് 100 പേരാകാം എന്ന് പറയുമ്പോഴത്തേക്ക് 100 പേരിൽ ഞാൻ എങ്ങനെ ആളെ തികയ്ക്കും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ. അത് കഴിഞ്ഞ് പിന്നെ 100 എന്നുള്ളത് 50 ആക്കി. അപ്പൊ 50 ആക്കിയപ്പോഴത്തേക്കും ബെസ്റ്റ് തീർന്നു, എല്ലാം തീർന്നു. ഞാൻ ഇനി ആരെ വിളിക്കും, എങ്ങനെ ഇതൊന്ന് മാനേജ് ചെയ്യും എന്നുള്ളത് പോലെ. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് മാസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ഈ ഒരു കൊറോണ കൂടുന്നു, കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുന്നവരുടെ നമ്പർ ഇങ്ങനെ കുറയുന്നു. പിന്നെ അത് എന്താണോ ഗവൺമെന്റ് പറയുന്ന റൂൾ അത് ഫോളോ ചെയ്യാന്നങ്ങ് തീരുമാനിച്ചു. എന്തായാലും കല്യാണം നീട്ടി വെക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് വേഗം കല്യാണം കഴിക്കണം. അതുകൊണ്ട് എന്താണോ വേഗം ഹസ്ബൻഡിനെ കുറിച്ച് പറയൂ. ഹസ്ബൻഡ് പേര് നമുക്ക് അശ്വിൻ ഫിലിപ്പ്. അതെ, അശ്വിൻ ഫിലിപ്പ് എന്ത് ചെയ്യുന്നു? അശ്വിൻ ഫിലിപ്പിനെ നമ്മളെല്ലാരും ഫാമിലിയിൽ നിന്നും നമ്മൾ ഫ്രണ്ട്സും എല്ലാരും വിളിക്കുന്ന അപ്പു എന്നാണ്. അപ്പു കുട്ടാ തൊപ്പിക്കാര. കല്യാണം ഇത് ഞാൻ കല്യാണത്തിന് മുമ്പ് ചോദിച്ചു.
ചോദിക്കരുത്. ഇടയ്ക്ക് ഫോൺ വിളിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. നമുക്ക് അവർ പാട്ട് ഇങ്ങനെ കറക്റ്റ് കിട്ടിയതാണ്. ആ പാട്ടൊന്ന് പാടുവോ? എങ്ങനെ ചോദിക്കാത്തതെന്ന്? അപ്പുകുട്ടാ തൊപ്പിക്കാരാ എപ്പം കല്യാണം. അപ്പൊ അപ്പു എന്ത് പറയും? ഇംഗ്ലീഷ് മനസ്സിലായി പറയുന്നത്. അപ്പൊ ഇങ്ങനെ മകരമാസം ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും ആ പാട്ട് അപ്പുവിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ട്. അത് പാടാനൊരു അവസരം കിട്ടി. ഇപ്പോഴാണ് വേറെ ഒരാളെ കാണുന്നത്. പിന്നെന്താണ് വേറെ വിശേഷം? അപ്പുവിനെ അല്ല, അപ്പു അല്ല, അശ്വിനെ കുറിച്ചിട്ട്. അവര് എറണാകുളം സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കോട്ടയംകാരാണ് ബേസിക്കലി. പക്ഷെ കൊച്ചി ആണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. വീട്ടില് അപ്പൻ, അമ്മ, ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ മാരീഡ് ആണ്. പിന്നെ അവർക്ക് ബിസിനസ് ആണ് ഉള്ളത്. അപ്പം ഹോട്ടൽ ബിസിനസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങള് കംപ്ലീറ്റ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നല്ലേ? കറക്റ്റ് ലോക്ക്ഡൌണിന് മുമ്പാണ് ഞങ്ങൾ കാണുന്നത്. എന്നുള്ള പേര് എങ്ങനെ വരുന്നു? പറഞ്ഞു എല്ലാവരും അപ്പു തന്നെ വിളിക്കുന്നത്. അപ്പൊ അശ്വിന്റെ പ്രപ്പോസൽ വരുന്നതിന് മുൻപ് വേറെ ആരെങ്കിലും വന്നിരുന്നോ? കൊറേ നോക്കിയിട്ട് സെലക്ട് ചെയ്ത ആളാണോ? അങ്ങനെ എന്തെങ്കിലും ആണോ? കൊറേ ഒന്നും നോക്കിയില്ല, ആകെ ഒരാളെ കണ്ടുള്ളൂ. ആകെ ഒരൊറ്റ ആളെ വന്നുള്ളൂ. അതിൽ തന്നെ അങ്ങ് മയങ്ങി ഫിക്സ് ആയി. പുതിയ അച്ഛനും അമ്മയും അവരൊക്കെ എങ്ങനെയാണ് മരുമകളുടെ അടുത്ത്? അവർക്ക് ഒരു മകളുണ്ട്, എന്നാൽ പോലും പുതിയ വീട്ടിലേക്ക് ചെന്നപ്പോ കുറച്ചൊന്ന് സംസാരം കുറച്ച് ഒന്ന് അടക്കി പിടിച്ചിരിക്കുന്നു. ഞാനാണ് വീട്ടിലെ മെയിൻ വർത്താനക്കാരി. ഇപ്പോഴത്തെ പുതിയ വീട്ടിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ. അവരെന്താ അവര് വർത്താനം പറയും കേട്ടോ, അവര് വർത്താനം പറയും. പക്ഷെ സൈലന്റ് ആണെന്ന് തോന്നുമല്ലോ. തോന്നുന്നതാണ് അത്. അപ്പു ഞാൻ ഒരാളെ ആദ്യം കാണുന്നതാണേലും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എന്റെ ടേപ്പ് റെക്കോർഡർ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ വർത്താനം പറയും. പക്ഷെ അപ്പുവിന്റെ ഒരു രീതി ഒരു 2-3 പ്രാവശ്യം ആവുമ്പത്തേക്കാണ് ആ ഒരു നല്ലൊരു വർത്താനത്തിലേക്ക് വരുന്നത്. ആദ്യമൊക്കെ ഇച്ചിരി സൈലന്റ് ആയിരിക്കും. കുക്കിംഗ് പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പുതിയ അമ്മേനെ ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ലൈഫ് ആവട്ടെ നിങ്ങളുടെ. ആൻഡ് നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഇനി എന്നാ നമ്മൾ ഷോയ്ക്കൊക്കെ പോവാന്ന് ഒരു ഐഡിയ. അതെ, നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന ഒരു ഷോയ്ക്കാണ്. എന്തായാലും വീണ്ടും മിയേനെ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്റർവ്യൂ ചെയ്യൊന്നും അല്ല, ഇത് ആക്ച്വലി നമ്മൾ ചിറ്റ് ചാറ്റ് ചെയ്യാണ്. റെഡ് കാർപ്പറ്റിന്റെ ഒരു ഫോമാറ്റ് എന്താന്ന് അറിയാലോ അല്ലേ? അതായത് നമ്മുടെ പെൺ പ്രതിഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ്. അവരുടെ കൊച്ചു കൊച്ചു കഴിവുകളൊക്കെ അവരിവിടെ വന്ന് പെർഫോം ചെയ്യും. നമ്മളത് കാണും. വലിയ കഴിവുകളാണ്. ഞാൻ കണ്ട എപ്പിസോഡ്സിലൊക്കെയും കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് മിയേനെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും വരണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ റെഡ് കാർപ്പറ്റിന്റെ യാത്രയിലൂടെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ഒരു വീഡിയോ നമ്മൾ ആദ്യം പ്ലേ ചെയ്യാം. ഒന്ന് നോക്കാം. നമസ്കാരം, ഞാൻ ചാരു ഹരിഹരൻ. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ TS ഹരിഹരൻ, അമ്മ ഇവർക്കും അറിയാമായിരിക്കും, ഡോക്ടർ B അരുന്ധതി, പാട്ടുകാരിയാണ്. ചാരുവിനെ കുറിച്ച് എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ചെറുപ്പത്തിലേ തന്നെ അവൾക്ക് എല്ലാത്തിലും ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ അവസാനം ഇത് എങ്ങോട്ട് പൊട്ടി, പിന്നെ അമ്മിട്ടെന്നൊക്കെ പറയുന്ന മാതിരി ഇതെങ്ങോട്ട് പൊട്ടിപ്പോവും. മ്യൂസിക്കിലാണോ എഴുത്തിലാണോ പെർക്കഷനിൽ വന്ന് അവസാനം സെറ്റിൽ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് സമാധാനമായി, അവൾക്കും സമാധാനമായി. സംഗീതം തന്നെ പെർസ്യൂ ചെയ്യാണ്. എൻ്റെ മേഖല പെർക്കഷനാണ്. അമൃത TV ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരു 10 വർഷത്തിലേറത്തെ ബന്ധമുണ്ട്. അതിനുശേഷമാണ് ശരിക്കും എൻ്റെ സംഗീതയാത്ര മുന്നോട്ട് പോയതും. സീസ് ഗംഗ് ഭസ്മ അംഗ് ആരധംഗ് ഗോരി. അമൃത TVയുടെ റെഡ് കാർപ്പറ്റ് എന്ന ഈ ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, വനിതകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കാഴ്ചവെക്കാൻ ഒരു നല്ലൊരു വേദി കാണാറില്ല. റെഡ് കാർപ്പറ്റ് തന്നെയാണിത്. സോ ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഷോ. അപ്പോൾ നമുക്ക് അമൃത TVക്ക് ഒരു ഭാഗ്യമാണ്. കാരണം അമൃത കുടുംബത്തിലൊരാളാണ്. നമ്മുടെ പ്രിയങ്കരിയായ ഗായിക അരുന്ധതി ടീച്ചറിന്റെ മകളാണ്. ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബം, അല്ലെങ്കിൽ ഫുൾ ടൈം സംഗീതത്തിൽ ജീവിക്കുന്ന ഒരാളെയൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ പോവാണ്. മിയ എക്സൈറ്റഡ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ചാരു ഹരിഹരൻ. സുഖമായിട്ടിരിക്കുന്നു.
വേറെ നിവർത്തിയില്ല, അപ്പൊ വീട്ടിലാണ്. അതെ അതെ. ചാരും ഞാനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കും മിയയ്ക്ക്. ഞങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. തിരുവോണ പൊന്നൂഞ്ചൽ എന്ന് പറഞ്ഞൊരു സോങ് സ്വാസിക്കാണ് ഡാൻസ് ചെയ്തത്. എന്റെ അനിയനാ പാടിയത്, ഞാൻ പെർക്കഷൻ വായിച്ചു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അത്രയുള്ളൊരു സങ്കടം അല്ലേ? പക്ഷെ കണ്ടപ്പോ സന്തോഷായി. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ആൻഡ് കൺഗ്രാറ്റ്സ് സ്റ്റേറ്റ് അവാർഡിന്. ഓ താങ്ക് യു സോ മച്ച്. പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ. ഈ സംഗീതമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായോ? എങ്ങനെയാണെന്നും അതിന്റെ ഒരു യാത്ര? ഐ മീൻ പാട്ട് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എൻ്റെ അപ്പൻ പാടുമായിരുന്നു. അപ്പനാണ് ആദ്യത്തെ ഗുരു. പിന്നെ അമ്മയുടെ അടുത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങി. എൻ്റെ 9ാമത്തെ വയസ്സിലാണ് ഞാൻ മൃദംഗം പഠിക്കാൻ തുടങ്ങിയത്. CCRT സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ചെറുതിലെ റിതം ഫോക്കസ് ഉള്ളതുകൊണ്ട്, താല്പര്യമുള്ളതുകൊണ്ട് അവർ എൻ്റെ ഗുരുവിനെ കാണുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു, പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അപ്പോൾ ക്ലാസ് ഒന്നും എടുത്ത് തുടങ്ങിയിരുന്നില്ല. പിന്നെ ഞാൻ എത്ര സീരിയസ് ആണെന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ക്ലാസ് താല്പര്യമില്ല എന്ന് ഇനീഷ്യലി പറഞ്ഞു. അപ്പോൾ ഒരു ട്രയൽ ബേസിസിൽ തുടങ്ങിയതാ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം തന്നെയാണ് എൻ്റെ ഗുരു. മന്നാർകോവിൽ ബാലാജി എന്ന സാറിൻ്റെ പേര്. സാറിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും പഠിക്കുന്നത്. ആൻഡ് പെർക്കഷൻ താല്പര്യമുണ്ട്. പിന്നെ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത്. ഇവിടെ വിമൻസിൽ മാസ്റ്റേഴ്സും കഴിഞ്ഞ് നെറ്റും കിട്ടി. ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ദി യൂണിവേഴ്സിറ്റി ആസ് എ ഗസ്റ്റ് ലെക്ചറർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഐ ക്വിറ്റ് ഇറ്റ് ഓൾ. എനിക്ക് മനസ്സിലായത് എന്റെ വഴി സംഗീതമാണ്, എനിക്ക് അത് മതി. അതുകൊണ്ട് അതിലോട്ട് പോയി. ഇൻഫാക്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അമൃതയിൽ ഉണ്ടായിരുന്നു, സൂപ്പർ സ്റ്റാർ സിംഗിങ് കണ്ടസ്റ്റന്റ്. പിന്നെ ഫോക്കസ് കൂടുതലും പെർക്കഷനിലോട്ടായി. സോ അമ്മ എന്താണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? അതോ അമ്മ ഇപ്പോഴും കൂടെ തന്നെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നുണ്ടോ? അമ്മ ഭയങ്കര ഒരു ഗൈഡൻസ് ലൈറ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യാൻ അവരുള്ളപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. ആൻഡ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് നമ്മുടെ കാര്യങ്ങളിൽ. സോ ഇടപെടാറേ ഇല്ല, ലൈക്ക് നോ ഇന്റർഫിയറൻസ് അറ്റ് ഓൾ. ഒരു ഡിസിഷനും നമുക്ക് വേണ്ടി എടുത്തു തരാറില്ല. ചെറുതിലെ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയത് ഓൾമോസ്റ്റ് ഒരു 16-17 ആണ് ഇന്റർനാഷണലി ടൂർ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ തനിച്ചാ പോവാറ് മോസ്റ്റ്ലി ആ സമയം തൊട്ടേ. സോ ഒന്നും ലൈക്ക് അമ്മയ്ക്ക് പേടി ഉണ്ടെങ്കിൽ പോലും അച്ഛൻ പറയും ഉണ്ടായിരിക്കും, അവളുടെ ധൈര്യം നീ കളയാന്ന് പറയും. അങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്ന പ്രശ്നം വിസ് തൊട്ട് പ്രോസസ്സിങ് എല്ലാം ഞാൻ തന്നെയാണ് നോക്കാറ് മോസ്റ്റ്ലി. സോ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ആൻഡ് ഐ നോ ദാറ്റ് ദേ വിൽ ബി ദേർ എന്തിനാണെങ്കിലും. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി. തീർച്ചയായിട്ടും. ഇന്ന് എന്താ ഞങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്? 2 പെർഫോമൻസ് ആണ്. ഒന്ന് പാട്ട്, വന്ന വഴി മറക്കരുതല്ലോ. സോ ഒരു പാട്ട്, പിന്നെ വേറൊന്നൊരു പെർക്കഷൻ പെർഫോമൻസ്. ഓക്കെ, സോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെടുമെന്ന് പറയണം പിന്നീട്. ഈ സംസാരം കേട്ടിട്ട് ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഗംഭീര പെർഫോമൻസ് ആയിരിക്കും എന്നുള്ളത്. നോ ഡൗട്ട്. ഓൾ ദി ബെസ്റ്റ്. സോ ഗെറ്റ് റെഡി.
താങ്ക് യു സോ മച്ച്. നല്ലൊരു Thank you so ഈ ആംബിയൻസ് ഒന്ന് മാറിപ്പോയല്ലേ, ഒരു പ്രത്യേക ഫീൽ ഉള്ള ഒരു സോങ് ആണ്. ആൻഡ് ബാക്കി ഞങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ ഞങ്ങൾ രണ്ടുപേരും ആരുമല്ല. എന്നാലും കേൾക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു, അസലായിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ലയിച്ചങ്ങ് ഇരുന്ന് പോയെന്ന് പറയാം. ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ കേട്ടിരിക്കാൻ. ഈ അറേഞ്ച്മെന്റ്സ് കണ്ടിട്ട് മീയക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടല്ലോ, എന്തോ ഒരു തകർപ്പൻ സംഭവം ഇവിടെ വരാനുണ്ട്. അതെ അതെ, ഞാനത് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു. കാരണം നമ്മൾ ഇതൊന്നും അങ്ങോട്ട് കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ആള് സൗമ്യമായിട്ട് ഇരുന്നങ്ങ് പാടുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി അവിടെ ബാക്കി വരുന്നുണ്ട്. അപ്പൊ വരാനുള്ള ഒരു പടക്കത്തിന് തിരി കൊളുത്താൻ പോവാണല്ലേ? കുറച്ച് വർഷമായിട്ട്. അപ്പൊ അടുത്ത എന്താണ് നമുക്ക് വേണ്ടി? ഒരു സോളോ പെർക്കഷൻ സെക്ഷൻ ആണ്. ഓക്കെ, ഞാൻ ലൈവ് പെർക്കഷൻ മാത്രം വായിക്കാറുണ്ട്. സോ ഇതിനകത്ത് വായ്ത്താരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊന്നക്കോൽ എന്ന് പറയും, ഓക്കെ, തക്കത്തിമി തക്കജുണു വായ്ത്താരി പ്ലസ് ഞാൻ ഈ വായിക്കുന്ന പെർക്കഷൻ ഒക്കെ. ഞാൻ മൃദംഗമാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. ശരി. ബാക്കിയെല്ലാം പതിയെ പതിയെ. മൃദംഗം ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി? ഞാൻ 9 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. സ്കോളർഷിപ്പിലൊക്കെ പഠിച്ചതാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും റെഡിയാണ്, പ്രേക്ഷകരും റെഡി ആയിരിക്കും. തുടങ്ങാല്ലേ? തീർച്ചയായിട്ടും. റെഡി. തക്കത്തും തും 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 തക്കത്തും തും 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 തക്കത തും കിടതകത തും തക്കത തും തും തത തും തുക തക്ക ജുണുത തും തക്കത്തും ത തും തും തക്കിട്ടത തും തും തക്ക ജുണുത തും തും തക്ക ജുണുത തും തും തക്ക തക്കിട്ടത തും തും തദീം തക്കിട്ടത തും തും തത്തീം തക്കിട്ടതും തത്തീം തക്കിട്ടതും തത്തീം തക്കിട്ടതും തും തും കിടതകതും തും തും തത്തക്കിടതക തരികിടതകതും തും തും തരികിടതും തും തും തകതക്കിടതക തരികിടതക തത്തക്കിടതക തരികിടതക തത്തക്കിടതക തരികിടതക തത്തക്കിടതക തരികിടതക തത്തക്കിടതക തരികിടതക തരികിടതക തത്തക്കിടതക തരികിടതക തത്തക്കിടതക തരികിടതക തത്തക്കിടതക തരികിടതക തത്തക്കിടതക തരികിടതക തകജുട തത്തക്കിടതക തരികിടതക തത്ത തീ തത്തക്കിടതക തരികിടതക തത്ത തീംഗ് തത്തക്കിടതക തരികിടതക ത തീം തത്തക്കിടതക തരികിടതക താം തത്തക്കിടതക തരികിടതക താം തത്തക്കിടതക തരികിടതക താം. തക്കതും കിടതകതോ കിടതക തക്കിട്ടതും 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 തും തും ത തക്കിട്ടതും തും ത തക്കിട്ടതും തും ത തക്കിട്ടതും തും ത തും 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 താങ്ക തും 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 താങ്ക തും 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 താങ്ക തും 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 താങ്ക തും തും ത. തങ്കടതക തരികിടതക തും തൂങ്ക തി തങ്കടതക തരികിടതക തും തൂങ്ക തും തൂങ്ക തി തങ്കടതക തരികിടതക തും തൂങ്ക തും തൂങ്ക ത ധി കി ത തോഗം തത്തി തക്കടതും ത ധീങ്ക കി കിട്ട തുങ്ക തത്തി തക്കടതും ത തിങ്കി ത തും തത്തി തക്കടതും ത തത്തി തക്കടതും ത തത്തി തക്കടതും തി തങ്കടതക തരികിടതക തും തൂങ്ക തി തങ്കടതക തരികിടതക തും തൂങ്ക തി തങ്കടതക തരികിടതക തും തൂങ്ക ത ധി കി ത തോ തത്തി തക്കടതും ത ധീങ്ക കി കിട്ട തുങ്ക തത്തി തക്കടതും ത തിങ്കി ത തും തത്തി തക്കടതും ത തത്തി തക്കടതും ത തത്തി തക്കടതും ത. വണ്ടർഫുൾ പെർഫോമൻസ്. കാരണം ആ കോൺസെൻട്രേഷനും എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരു സമയത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കാര്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മിയ, എന്ത് തോന്നുന്നു? എനിക്കിപ്പോഴും എൻ്റെ രോമാഞ്ചം ഒന്നും പോയിട്ടില്ല. ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ.
ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും ആദ്യമായിട്ട് കാണാം. മിയക്ക് എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതെ അതെ, അത് ഇടയ്ക്കിരുന്ന് ഞാൻ ശ്രദ്ധിക്കായിരുന്നു അത് ചെയ്തോണ്ടിരുന്നതൊക്കെ. അതിങ്ങനെ തട്ടി വിടുമ്പോഴത്തേക്ക് ഒരു വേറൊരു സൗണ്ട്. ശരിക്കും എന്താ ഇതിന്റെ ഒരു പേര്? ഇത് അൽ-ഉഡു എന്ന് പറയും. അൽ-ഉഡു. അൽ-ഉഡു, അലുമിനിയം ഉഡു. ഓക്കെ. മിഡിൽ ഈസ്റ്റേൺ പെർക്കഷൻസ്. നമ്മുടെ ഘടം പോലെ സെറാമിക്കിലാണ് ഉണ്ടാക്കുന്നത്, ഇത് ക്ലേയിലല്ലേ ഉണ്ടാക്കുന്നത്. അതാണ് വ്യത്യാസം. ആ ഘടത്തിന്റെ ശബ്ദം അത് മനസ്സിലായി, പക്ഷെ കാണാൻ ഡിഫറെന്റുമാണ്. അതാണ് ഡൗട്ട് അടിച്ചത്. എന്താണ് പോർട്ടബിളാ, ലൈക്ക് ചുമ്മാ കൊണ്ടുപോകാം, ഈസി ടു ക്യാരി അല്ലേ? പ്രശ്നം വരത്തില്ല. സെറാമിക് പൊട്ടും പെട്ടെന്ന്. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. എസ്പെഷ്യലി ആ മൃദംഗം എപ്പോഴും നമുക്കൊരു നമ്മളെ കുറച്ചൊരു ഒരു ഹൈ നമുക്ക് തരുന്ന ഒരു സാധനമാണ്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഇടയ്ക്ക് ഫേസ് റിയാക്ഷൻ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫുൾ ഓൾമോസ്റ്റ് എല്ലാ സമയവും കണ്ണടച്ചാണ് പെർഫോം ചെയ്തോണ്ടിരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്മൈൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതെ 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 അതെ, നല്ലൊരു സ്മൈലിങ്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ്, ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം, ആ ഒരു എന്താണ്, അത്ര എൻജോയ് ചെയ്തിട്ടാണ് അത് പെർഫോം ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർസ്യൂ ചെയ്യാനും ഇതുകൊണ്ട് ജീവിക്കാനും ദൈവം ഒരു അനുഗ്രഹം തരുമ്പോഴത്തേക്ക് അത് എവറി മൊമെന്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പൊ കലയെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും അഭിമാനമൊക്കെയാണ്. അപ്പൊ അമ്മയുടെ പേര് ഇതേപോലെ തന്നെ ഒരുപാടായിരുന്നു. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി കാണും അല്ലേ? കാര്യം കൂടെ ഒന്നും പറയാതെ വയ്യ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിംഗറാണ് കേട്ടോ. ഞാൻ പറയാം, തീർച്ചയായിട്ടും പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും എനിക്കിപ്പോഴും ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് ആ ഒരു ലുക്ക് എന്റെ ഇമേജ് എന്റെ തലയിലുണ്ട്. ഞാൻ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു സിംഗറാണ്. ഞാൻ പറയാം, തീർച്ചയായിട്ടും. അപ്പൊ മിയ, നമുക്ക് ഒരു ചെറിയൊരു സമ്മാനം. അപ്പൊ എന്തായാലും ഇന്നത്തെ എന്താ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ മിയെ നമ്മളിപ്പോ ഒന്നും വിടില്ല. ഇനിയും കുറെ വിശേഷങ്ങളും പാട്ടും ഒക്കെ കേൾക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, take care and bye-bye. This is Chungat Jewelry Red Carpet. ആള് ചെറുതാണ്, പക്ഷേ പ്രവർത്തികളും അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ചെറിയ ആളല്ല. നമ്മുടെ ഗവൺമെന്റിന്റെ അതിഥി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പ്രധാനമന്ത്രി അദ്ദേഹം ട്വീറ്റ് ചെയ്തുല്ലോ ആ ഒരു മൊമെന്റ്. ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നു ഇലക്ഷനൊക്കെ നിന്നാ ചിലപ്പോ ജയിക്കും കേട്ടോ, പക്ഷെ നിൽക്കാനുള്ള പ്രായമായിട്ടില്ല. ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. Costume courtesy for Swastika, Babe by Minnu Maria.